മൈസെൽഫ് ആൻവൽ ജോസഫ്. ഞാനൊരു ആക്ട്രസ് ആണ്. ബിഗ് ബോസിലേക്ക് റോക്കി തിരിച്ചു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളോ? വീട്ടിൽ വീണ്ടും പോണോന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ 6 നിന്ന് സിജോന്റെ താടിയെല്ലിനിട്ട് ഒരു ഇടിയും കൊടുത്ത് ഇപ്പൊ സിജോ പുറത്തു പോകുന്ന അറിയാൻ പോലും പറ്റാത്ത അവസ്ഥയിനകത്താണ് ഉള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിനകത്ത് ഒരാളെ ആക്കിയിട്ട് ബിഗ് ബോസ് പിടിച്ച് തൂക്കി വെളിയിൽ കളഞ്ഞ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ റോക്കി ബായ് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ എന്റെ പൊന്നോ, അതിന്റെ അകത്തിരുന്നപ്പോ തന്നെ പുള്ളിക്കാരനോട് അത്യാവശ്യം ഇഷ്ടവും കാര്യമൊക്കെ തോന്നിയ ഒരാളാണ് ഞാൻ. കാര്യം നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരാളാണ്. പക്ഷേ പുള്ളി ചെയ്ത ആ ഒരു പ്രവൃത്തി, അതായത് സിജോന്റെ മൂത്തിട്ട് ഇടിച്ച ആ ഒരു സംഭവം 100% ഞാൻ ഒരിക്കലും പറയില്ല റോക്കിയുടെ ഭാഗത്താണ് തെറ്റ്. പക്ഷേ ഒരു 80% നമുക്ക് പറയാം റോക്കിയുടെ ഭാഗത്ത് തന്നെയാണ് ആ ഒരു സംഭവത്തിനകത്ത് തെറ്റ്. എവിടെ സിജോനെ നമുക്ക് 100% ന്യായീകരിക്കാൻ പറ്റില്ല. കാര്യം സിജോ റോക്കിയുടെ മേത്ത് തൊട്ടു. അങ്ങനെ തൊടുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. കാര്യം ഒരാളുടെ മേത്ത് തൊടണമെങ്കിൽ അയാളുടെ അനുവാദത്തോടെ അല്ലാണ്ട് അയാൾക്ക് ഒരു അൺകംഫർട്ടബിൾ ആവുന്ന രീതിക്ക് ഒരു ആർഗ്യുമെന്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്ന രീതിക്ക് ആ ഒരു സമയത്ത് തൊടുന്നതിനോട് എനിക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ ആ സിജോ തൊട്ടു, അപ്പൊ റോക്കി പിടിച്ച് ഇടിച്ചു. അത് പക്ഷെ ബിഗ് ബോസിന്റെ അകത്തായതുകൊണ്ട് ഈ ഫിസിക്കൽ അസോൾട്ട് എന്ന് പറയുന്നത് ഒരിക്കലും അതിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ചെയ്ത ഒരാളാണ് റോക്കി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് റോക്കിനെ പിടിച്ച് പുറത്താക്കിയതിനകത്ത് എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഞാൻ ബിഗ് ബോസിന്റെ കൂടെ തന്നെ ആ ഒരു വിഷയത്തിനാണ് നിൽക്കുള്ളൂ. ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ റോക്കി പിന്നെ അവിടെ കാണിച്ചു കൂട്ടി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ റോബിൻ പുറത്തിറങ്ങിയപ്പോഴും അതേപോലെ രജിസ്റ്റാറൊക്കെ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നമ്മൾ കണ്ടിട്ടുണ്ടായി. ഇപ്പൊ നമ്മുടെ എയർപോർട്ടിനകത്തൊക്കെ ഭയങ്കര ക്രൗഡും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായി. പക്ഷേ ആ ഒരു ക്രൗഡൊക്കെ ഇവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മുടെ റോക്കി ഉണ്ടാക്കാൻ ശ്രമിച്ച പോലെയാണ് എനിക്ക് തോന്നിയ കാര്യം. പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ആ ഒരു ക്രൗഡിനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ജെന്യുവിനിറ്റി ഇല്ലാത്ത ക്രൗഡ് പോലെയൊക്കെ തോന്നുന്നുണ്ട്. അതേപോലെ പേരിന് വേണ്ടി നിർത്തിയിട്ട് അങ്ങനത്തെ പല കാര്യങ്ങളും ഈ റോക്കി അവിടെ കാണിച്ചു കൂട്ടുന്ന പല പ്രഹസനങ്ങളുമായിട്ട് എനിക്ക് തോന്നി അതൊക്കെ കണ്ടപ്പോഴത്തേക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ റോക്കിനെ സപ്പോർട്ട് ചെയ്തിട്ട് കുറെ എണ്ണങ്ങൾ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. റോക്കിനെ തിരിച്ചു കയറ്റണം, അതേപോലെ തന്നെ ഇപ്പൊ റോക്കി തന്നെ വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് തിരിച്ചു കയറണം എന്നൊക്കെ ഉള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കണമെന്ന് പറഞ്ഞാൽ ഇവർക്കൊന്നും തലയ്ക്കകത്ത് ബുദ്ധി എന്ന് പറഞ്ഞ സാധനത്തിന്റെ 7 അയൽവക്കത്ത് ഇവരുടെ ബ്രെയിൻ പോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അല്ലെങ്കിൽ ഇമാതിരി ഒരു ആക്ട്, അതായത് ഇത്രയും രീതിക്കൊന്നും ഇത്രയും ഹാർഷായിട്ടുള്ള രീതിക്കൊന്നും ആരും ഈ ബിഗ് ബോസ് മലയാളത്തിനകത്ത് അറ്റാക്ക് ചെയ്തിട്ടില്ല ആരും. ഇപ്പൊ നമ്മൾ ഇതിന് മുമ്പ് നോക്കണമെങ്കിൽ ഇപ്പൊ രജിസ്റ്റാർ ആണെങ്കിൽ മുളക് എടുത്തിട്ട് കണ്ണിന്റെ താഴെ തേച്ച് അതും ആ ഒരു സംഭവം. പിന്നെ റോബിനാണെങ്കിൽ തള്ളിയിട്ട്. അപ്പൊ ഇതേപോലുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അല്ലാണ്ട് ഇമാതിരി താടിയെല്ലാം ഇടിച്ച് പൊട്ടിച്ച കേസൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അത്രയും രീതിക്ക് അത്രയും അറ്റാക്ക് ചെയ്ത ഒരാളെ പിന്നെയും കയറ്റണമെന്നാണ് ഇവരൊക്കെ ഇരുന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് റോക്കി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്കത് കേട്ടു. ഒരാളിന്റെ ആക്ഷന്റെ വിപരീതമായിട്ടുള്ള ഒരു റിയാക്ഷൻ മാത്രമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കാര്യം വെച്ചാൽ എനിക്ക് ഒരിക്കലും ഞാൻ ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് ഒരു പ്ലാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാവണമെന്ന് ഞാൻ ഒരു പെർസെന്റേജ് പോലും ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല. കാര്യം ഞാൻ അവിടെ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ 6 വർഷത്തെ കാത്തിരിപ്പാണ്. എൻ്റെ 6 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ സംഭവിച്ചു. അപ്പം ഞാൻ അങ്ങനെ വന്നിട്ട് ഞാൻ 100 ദിവസത്തെ ഡ്രസ്സും എടുത്തിട്ട് ഞാൻ ഇത്രയും ഡെഡിക്കേഷനായിട്ട് ഞാൻ അവിടെ വന്നിട്ട് ഓരോ സെക്കൻഡും നിങ്ങൾക്കത് ആ ഷോ കാണുമ്പോൾ അറിയാൻ പറ്റും. ഒരു രീതിയിൽ പോലും ഞാൻ ആ ഷോയ്ക്ക് എതിരായിട്ടോ അല്ലെങ്കിൽ അത് കാണുന്ന പ്രേക്ഷകർക്ക് പിന്നെ എഗെയിൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ കണ്ടസ്റ്റന്റിന് പിന്നെ ഒരു ഹാംഫുൾ ആയിട്ടുള്ള രീതിയിലോ ഒന്നും ഞാൻ ആക്ഷനൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അയ്യോ പാവം, നന്മമരമായിട്ടുള്ള ഈ പാവ റോക്കിനാണല്ലോ ബിഗ് ബോസ് പിടിച്ച് പുറത്ത് കളഞ്ഞത്. ഈ പുള്ളി എന്തുട്ടാണ് അവിടെ ചെയ്തത്? അവിടെ കണ്ടസ്റ്റൻസിന് ഉപദ്രവമായിട്ടുള്ള എന്തെങ്കിലും കാര്യം പുള്ളി അവിടെ ചെയ്തോ? സിജോന്റെ താടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇടിച്ചു പൊട്ടിച്ചു. അതേപോലെ തന്നെ ഇപ്പൊ ജാസ്മിനും ഗബ്രിയൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്നപ്പോഴത്തേക്ക് ആ ഷെൽഫ് ഒന്ന് ചെറുതായിട്ട് ഇടിച്ചു പൊടിച്ചു. അപ്പൊ ഇത്രയും എന്ത് രീതിക്ക് വേണമെങ്കിലും പുള്ളിക്കാരനെ അവിടെയുള്ള ആൾക്കാരുടെ അടുത്ത് അഗ്രസീവായിട്ട് പെരുമാറാം. കാര്യം ബിഗ് ബോസിന് അങ്ങനത്തെ രീതിക്ക് ബിഗ് ബോസ് ഒരിക്കലും റിസ്ക് എടുക്കൂല ഇങ്ങനത്തെ ആൾക്കാരൊക്കെ അതിൻ്റെ ഉള്ളിനകത്ത് വെച്ചിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് റോക്കി ബായ്. അതുകൊണ്ടാണ് പുള്ളീനെ പിടിച്ച് പുറത്താക്കി. എന്നിട്ട് അതിനെയും വന്നത് ന്യായീകരിക്കണം. ഞാനൊന്നും ചെയ്തില്ല, ഒരു ആക്ഷൻ ഉണ്ടായപ്പോൾ അതിനുള്ള റിയാക്ഷൻ മാത്രമാണ് ഞാൻ അവിടെ ചെയ്തത്. ഇതൊക്കെ പുള്ളിക്ക് ചെയ്യാറുണ്ട്. ഇപ്പൊ പുറത്തിറങ്ങിയിട്ടാണ് ഇപ്പൊ സിജോ വന്നിട്ട് ഇമാതിരി ഒരു തൊടലൊക്കെ ഇപ്പൊ റോക്കിയുടെ മേത്ത് തൊടണമെങ്കിൽ അപ്പൊ ഇതേപോലെ ചെയ്തതിനെ നമുക്ക് വേണമെങ്കിൽ ന്യായീകരിക്കാം. അതായത് പുറത്ത് വെച്ചിട്ട് പുള്ളിയുടെ മേത്ത് തൊട്ടു, അതുകൊണ്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല, പുള്ളി റിയാക്ട് ചെയ്തു എന്ന് പറയാം. പക്ഷെ അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒന്നില്ലെങ്കിൽ റോക്കിക്ക് കംപ്ലൈന്റ് ആയിട്ട് പോകാറുണ്ട്. അതായത് ബിഗ് ബോസിനകത്ത് നിൽക്കുന്ന ഒരു സമയത്ത് സിജു എന്നെ മേത്ത് തൊട്ടു എന്നുള്ള രീതിക്ക് കംപ്ലൈന്റ് ആയിട്ടൊക്കെ പോകാറുണ്ട്. പക്ഷെ അതൊന്നും ചെയ്യാണ്ട് റോക്കി ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ താടിയെല്ലാം ഇടിച്ച് പൊട്ടിക്കുകയാണ് ചെയ്തത്. പക്ഷേ നിലപാടുകൾ അവിടെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാൽ മാത്രമേ നിലപാടുകൾ കേൾക്കുന്ന ഒരു സ്ഥലമാണ്. അത് മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവിടെ ഉള്ളവരൊന്നും പിന്നെ ബുദ്ധിയില്ലാത്ത ആൾക്കാരോ എന്നിലും കുറഞ്ഞ ആൾക്കാരോ ഒന്നും അല്ല അവിടെ ഉള്ളത്. അവിടെ ഉള്ളവർ അതിബുദ്ധിമാന്മാരും. അതാണ് ഞാൻ പറഞ്ഞത്, അവിടെ ബുദ്ധി, കുബുദ്ധി, ശീക്രബുദ്ധി, കുടില ബുദ്ധി, അതുപോലെ ചടുല ബുദ്ധി, ചാണക്യ ബുദ്ധി, അതുപോലെ തന്നെ കുബുദ്ധി, മന്ദബുദ്ധി, പിൻബുദ്ധി,
പെൺബുദ്ധി, മുൻബുദ്ധി, എല്ലാ ബുദ്ധിയുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്. അപ്പൊ അവരോടൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം ഒരു ബുദ്ധിയെങ്കിലും വേണം, അല്ലെ? അവിടെയുള്ള എല്ലാവർക്കും ബുദ്ധിയുണ്ട്. ഇവിടെ ബുദ്ധി ഇല്ലാണ്ട് പ്രവർത്തിച്ചതെന്ന് പറഞ്ഞാൽ റോക്കി മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം അല്ലെങ്കിൽ ഇമാതിരി ഒരു പ്രവൃത്തിയൊന്നും ഒരു ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ, ഇപ്പൊ റോക്കിനെ പറയുന്നുണ്ടല്ലോ 6 വർഷത്തെ കഷ്ടപ്പാടാണിത്. അപ്പൊ അത്രയും കഷ്ടപ്പെട്ട് അതിൻ്റെ ഉള്ളിൽ പോയ ഒരാൾ ഇങ്ങനത്തെ മണ്ടത്തരമൊന്നും ഒരിക്കലും കാണിക്കില്ല. ബുദ്ധി ഉണ്ടെങ്കിൽ ഒരിക്കലും കാണിക്കില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാര്യം അങ്ങനത്തെ പ്രവൃത്തിയാണ് പുള്ളി അതിൻ്റെ ഉള്ളിൽ കാണിച്ചു കൂട്ടിയത്. ഞാൻ ഒരിക്കലും റോക്കിനെ 1% പോലും ഈ ഒരു വിഷയത്തിനകത്ത് സപ്പോർട്ട് ചെയ്യാനുള്ള അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. ഈ ഒരു വിഷയത്തിനകത്ത് ബാക്കിയുണ്ടോ? അപ്പൊ ഞാനൊരു ബുദ്ധിയില്ലാത്ത ഒരാളൊന്നുമല്ല, അത്യാവശ്യം എനിക്ക് ബുദ്ധിയുണ്ടെന്ന് തന്നെയാണ് എന്റെ ധാരണ. കാര്യം ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള സാഹചര്യം കൂടെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. ആരെ കൂടെയാണ് ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാര്യം സിജു അപ്പോഴും അവിടുത്തെ പവർ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു, ഞാൻ അവിടുത്തെ ഒരു നോർമൽ ഒരു പ്രജ മാത്രമായിരുന്നു. ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് പ്രൊവോക്ക് ചെയ്താൽ പോലും അദ്ദേഹമാണ് അത് പരിഹരിക്കേണ്ടിയിരുന്നത്. പക്ഷെ അദ്ദേഹം തന്നെ അതിന് മുൻകൈ എടുത്തത് ഒരു പ്രോബ്ലത്തിലോട്ടായി. ഒരിക്കലും ഞാൻ പിന്നെ ആ ഒരു സംഭവത്തിന് ന്യായീകരിച്ച് പറയുന്നതല്ല, പക്ഷേങ്കിൽ അതൊരു ആക്സിഡന്റ് ആണെന്ന് നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. കാര്യം എനിക്ക് ഡ്രൈവിംഗ് അറിയാം, പക്ഷേ അത് ആക്സിഡന്റിലോട്ട് ചെന്ന് പറ്റിയത് അത് എന്റെ മാത്രം മിസ്റ്റേക്ക് കൊണ്ടല്ല. എനിക്ക് അതാണ് നിങ്ങളുടെ പറയാനുള്ളത്. അത് ഞാൻ ഒരിക്കലും കരുതി കൂട്ടി ചെയ്തതല്ല. നിങ്ങൾ എന്നെ വിശ്വസിച്ചേ പറ്റൂ. റോക്കി നിങ്ങൾക്ക് ഒരു പെർസെന്റേജ് എങ്കിലും നിങ്ങൾക്ക് അവിടെ ആ ഒരു ഷോയില് 1% എങ്കിലും നിങ്ങളെ ഞാൻ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് ഒന്ന് ചിന്തിച്ചിട്ട് വേണം ഇതിന് മറുപടി പറയാൻ വേണ്ടിയിട്ട്. 1% എങ്കിലും ഈ ഷോയ്ക്ക് ഞാൻ നീതി പുലർത്തിയിട്ട് ഉണ്ട്, അല്ലെങ്കിൽ 100% ഞാൻ ഈ ഷോയ്ക്ക് നീതി പുലർത്തിയിട്ടില്ല എന്നാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ആ ഷോയിലോട്ട് പോയിട്ട് കാര്യമില്ല. എനിക്കിപ്പം ഞാൻ നോർമലി എവിക്ഷൻ എല്ലാ ആഴ്ചയിലും വന്നിട്ട് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ വോട്ട് ചോദിക്കും. ഞാനിപ്പം ഇതും എൻ്റെ ഒരു എവിക്ഷൻ പോലെയാണ്. ഞാൻ ആ ഷോയിൽ നിന്നേ എവിക്റ്റഡായി. സോ എനിക്കതിൽ അവിടെ തിരിച്ചു പോകണം. അവിടെ ഞാനൊന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. അത് ചെയ്യാൻ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങൾ എൻ്റെ അല്ല, എനിക്ക് മനസ്സിലാവുള്ള പുള്ളി എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കണത്. അതായത് പുള്ളിക്ക് പിന്നെയും ബിഗ് ബോസിന്റെ അകത്തേക്ക് കയറാനായിട്ട് എല്ലാവരും സപ്പോർട്ട് വേണമെന്നുള്ള രീതിക്കൊക്കെ പറയണം. ഇപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ. ഞാൻ കണ്ടിടത്തോളം ഭൂരിഭാഗം പ്രേക്ഷകരും തൊപ്പിയും പോട്ടെ നമ്മുടെ റോക്കിക്ക് എതിരായിട്ടാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിനകത്ത് എങ്ങനെയാണ് എല്ലാവരെയും പ്രേക്ഷകരെ സപ്പോർട്ട് കിട്ടാന്ന് ആദ്യത്തെ ചോദ്യം. പിന്നെ ഈ സപ്പോർട്ട് കിട്ടിയെന്ന് തന്നെ ഇരിക്കട്ടെ, ബിഗ് ബോസ് ഇത്രയും പേരെ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ റോക്കിനകത്ത് കയറ്റും എന്നാണോ റോക്കിയുടെ വിചാരം? അതായത് റോക്കിന് മുന്നത്തെ സീസൺ ഒന്നും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. കാര്യം ഇപ്പൊ നമ്മൾ നോക്കണമെങ്കിൽ റോബിന്റെ സീസണൊക്കെ നോക്കി കഴിഞ്ഞാൽ റോബിൻ ആർമി അത്രയും ബിഗ് ബോസ് തന്നെ കത്തിക്കൂന്നൊക്കെ ഉള്ള രീതിക്ക് നിന്നിട്ട് പോലും റോബിനെ തിരിച്ചകത്ത് കയറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ബിഗ് ബോസ് ആണ് ഇവിടെ റോക്കിനെ ഈ ഒരുത്തന്റെ താടിയിൽ ഇടിച്ച് പൊട്ടിച്ച കേസിൽ പുറത്താക്കിയ റോക്കിനെ തിരിച്ചകത്തേക്ക് കയറ്റുന്നു. നോക്കിയിരുന്നോട്ടെ. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇനി റോക്കിയുടെ തന്നെ കുറച്ച് ഫാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേര് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. റോക്കി ബായും പോട്ടെ, റോക്കി ബോയിന്റെ അകത്ത് കയറ്റണമെന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഇവരുടെയൊക്കെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവരാരും മലയാളികളല്ല. ആ കൂടെ ഇതിനകത്ത് മലയാളിയായിട്ട് വരുന്ന അനു ജോസഫ് മാത്രമേ ഉള്ളൂ. ബിഗ് ബോസിനകത്ത് ഉണ്ടായ മുൻ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള അനു ജോസഫ്. അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു. உங்களுக்கு அங்க நாங்க ஆவலா காத்துக்கிட்டு இருக்கோம். நீங்க மறுபடியும் வரணும், ராக்கிங் பண்ணணும் பாஸ், பிக் பாஸ். வணக்கம். பிக் பாஸ் ராக்கி பாய் ரொம்ப பிடிக்கும், திரும்ப வரணும். தேங்க்யூ. Salam Rocky boy, very 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 big fan of you. Come again Big Boss, we are all waiting. ஹலோ ராக்கி பாய், கண்டிப்பா பிக் பாஸ் வரணும். Hi everyone, I'm a big fan of Rocky Boy. I want him to be back in Big Boss. Hello everyone, I'm a big fan of Rocky Boy. I want Rocky Boy back in Big Boss. Thank you. Hi everyone, I am a big fan of Rocky Boy. I want Rocky Boy to be back in Big Boss. അനു ജോസഫ്, ഞാനൊരു ആക്ട്രസ് ആണ്. ബിഗ് ബോസിലേക്ക് റോക്കി തിരിച്ചു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളോ? അയ്യോ, പറഞ്ഞു പഠിപ്പിച്ചതാണെന്ന് ഒട്ടുമേ പറയൂല. അമ്മാതിരി ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് ഓരോരുത്തരും വന്നിട്ട് പറഞ്ഞത്. അതായത് ഓരോ വാക്കുകളും തെറ്റാണ്ട് അതേപടി തന്നെ ഘട്ടം ഘട്ടമായിട്ട് ഐ വാണ്ട് റോക്കി ബൈ ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടൊക്കെ പറയുന്നുണ്ട്. ഇവരൊക്കെ ഇതുകൊണ്ട് എന്താണാവോ ഉദ്ദേശിക്കണതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ എന്താണ് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ അനു ജോസഫിന്റെ ഒന്നും വേറെ പണിയില്ല എന്ന് ഞാൻ ഇത് കണ്ടപ്പോഴത്തേക്കും ഒന്ന് ചിന്തിച്ചു തരട്ടെ. കാര്യം ഇവർക്കൊന്ന് എന്താ അറിഞ്ഞൂടെ? ഇതിന് മുന്നത്തെ സീസണിനകത്ത് നടന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് കണ്ടേക്കണ ഒരാൾക്ക്, അല്ലെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാൾക്ക് തന്നെ അറിയാൻ പറ്റും. ഇപ്പൊ ഈ ബിഗ് ബോസ് ഒക്കെ തുടങ്ങി
കഴിഞ്ഞാൽ ബിഗ് ബോസ് തന്നെ ഈ സോഷ്യൽ മീഡിയനകത്ത് മൊത്തം. അപ്പോൾ അത് കണ്ടേക്കുന്ന ആൾക്കാർക്ക് തന്നെ മനസ്സിലാവും ബിഗ് ബോസിന്റെ ഒരു പരിപാടി എങ്ങനെയായിരുന്നു. അതായത് അതിൻ്റെ അകത്ത് ഫോളോ ചെയ്യേണ്ട റൂൾസ് ഒന്നും ഫോളോ ചെയ്തില്ലെങ്കിൽ അവർ പിടിച്ച് പുറത്താക്കും. പിന്നെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ നടന്ന് കരഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ എന്താണെന്ന് കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ കമന്റ് ആയിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് ടാറ്റ ബൈ ബൈ. സീ യു.